ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി റിയാദ് ഗവർണറേറ്റ് ആധുനിക സൗദിയുടെ ഏകീകരണവും നാൾവഴികളും വിശദീകരിച്ചുകൊണ്ട് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മുറ്റത്തൊരുക്കിയ കൂറ്റൻ ദൃശ്യവിരുന്ന് പതിനായിരങ്ങളെ ആകർഷിച്ചു. ദേശീയ ദിനത്തിൽ രാത്രി 10 മുതൽ ആരംഭിച്ച ചടങ്ങുകൾ റിയാദ് ഗവർണർ അമീർ തുർക്കി ബിൻ അബ്ദുള്ള നേതൃത്വം നൽകി. റിഡ്സ് കാൾട്ടൺ ഹോട്ടലിന്റെ 60 മീറ്റർ ഉയരവും 250 മീറ്റർ വീതിയുമുള്ള ഭിത്തിയിലാണ് റിയാദ് ഗവർണറേറ്റ് ആധുനിക സൗദിയുടെ ഏകീകരണത്തിന്റെ നാൾവഴികൾ ദൃശ്യാവിഷ്കരിച്ചത്. സൗദിയുടെ ഏകീകരണത്തിൽ നിർണായകമായ 75 രാവുകളുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ദൃശ്യാവിഷ്കാരം കാണികളെ വിസ്മയിപ്പിച്ചു. ഇരുഹറമുകൾ മുതൽ രാജ്യത്ത് പണിയാരംഭിച്ച മെട്രോ പദ്ധതി വരെ സ്ക്രീനിൽ തെളിഞ്ഞു. രാഷ്ട്രനായകൻ അബ്ദുൽ അസീസ് രാജാവിൽ നിന്ന് ആരംഭിച്ച് ഇന്നത്തെ ഭരണാധികാരി അബ്ദുള്ള രാജാവിൽ എത്തി നിൽക്കുന്ന രാജ്യത്തിന്റെ വിസ്മരിക്കാനാകാത്ത നേട്ടങ്ങളും പുരോഗതിയും കൂറ്റൻ കെട്ടിടത്തിൽ 3D സൗകര്യത്തോടെ മിന്നിമറിഞ്ഞു. ഇതോടെ പതിനായിരങ്ങളുടെ കരഘോഷം അന്തരീക്ഷത്തെ ആഘോഷമുഖരിതമാക്കി. അമേരിക്ക, ജർമ്മൻ, സ്പെയിൻ, സൗദി തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 54 വിദഗ്ധരുടെ 1.5 മാസത്തെ ശ്രമത്തിനൊടുവിലാണ് കൂറ്റൻ ദൃശ്യവിരുന്ന് തയ്യാറാക്കിയത്. ആഘോഷ പരിപാടികളുടെ മുന്നോടിയായി സൈനിക പരേഡുകൾ അരങ്ങേറിയിരുന്നു. നിരവധി സൈനിക വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ഹെലികോപ്റ്ററുകളും സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തു. സൈനികാഭ്യാസികൾക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെയും കിരീടാവകാശി സൽമാൻ രാജകുമാരന്റെയും കൂറ്റൻ ചിത്രങ്ങൾ ആകാശത്ത് പാറി നടന്നു. വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങൾ പുലർച്ചയോളം റിയാദ് നഗരത്തിന്റെ ആഘോഷത്തിൽ അണിചേർന്നു. റിയാദ് ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ദേശീയ ദിനത്തിൽ മറക്കാനാകാത്ത വിസ്മയ കാഴ്ചകളാണ് അബ്ദുള്ള രാജാവിന്റെ മകൻ കൂടിയായ അമീർ തുർക്കി ബിൻ അബ്ദുള്ള റിയാദ് നഗരത്തിന് സമ്മാനിച്ചത്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. സൗദി അറേബ്യയുടെ 84ാം ദേശീയ ദിനം സ്വദേശികളോടൊപ്പം മലയാളികളും വിപുലമായി ആഘോഷിച്ചു. ജിദ്ദ അൽ റയാൻ ഇന്റർനാഷണൽ പോളിടെക്നിക്കിൽ നടന്ന ദേശീയ ദിനാഘോഷം ഏറെ ശ്രദ്ധേയമായി. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാനേജ്മെന്റ് പ്രതിനിധികളും ഒപ്പം ജിദ്ദയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഒന്നിച്ചു ചേർന്നാണ് ജിദ്ദ അൽ റയാൻ ഇന്റർനാഷണൽ പോളിടെക്നിക്കിൽ സൗദി ദേശീയ ദിനം ആഘോഷിച്ചത്. ആഘോഷ പരിപാടികൾ ജനറൽ മാനേജർ മുഹസിൻ മുഹമ്മദ് അൽ സുഹ്റാനി ഉദ്ഘാടനം ചെയ്തു. ഹഫൽ ഖയ്യിം വഹബീബ് വഹഫൽ അസ്അദന ജമീഅൻ ഫി ظل حكومتنا الرشيدة خادم الحرمين الشريفين وولي عهده. സ്വദേശി ചിഹ്നങ്ങളും പതാകകളും അണിഞ്ഞെത്തിയ കുഞ്ഞുങ്ങൾ ദേശീയ ഗാനാലാപത്തിനു ശേഷം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് സൗദി അറേബ്യയുടെ ചരിത്രം വിവരിക്കുന്ന ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികളായ PK അബ്ദുൽ റൌഫ്, ഷെരീഫ് കുഞ്ഞ്, KVA ഗഫൂർ, CK ഷാക്കിർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മീഡിയ 1, ജിദ്ദ. ഖത്തറിലെ ബഹ്റൈൻ സമുദ്രാതിർത്തിയിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി വെടിയേറ്റു മരിച്ചു. തമിഴ്നാട്ടിലെ രാംനാഥ് ജില്ലയിൽ നിന്നുള്ള കാർത്തിക്കാണ് മരിച്ചത്. സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയ തൊഴിലാളികൾക്കു നേരെ കോസ്റ്റ് ഗാർഡ് വെടിയുതിർക്കുകയായിരുന്നുവെന്ന് സൗത്ത് ഇന്ത്യൻ ഫിഷർമെൻ ഫ്രട്ടേണിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 20-ന് ബഹ്റൈനിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട 4 ഇന്ത്യൻ തൊഴിലാളികൾക്ക് നേരെ സമുദ്രാതിർത്തി ലംഘിച്ചതിന്റെ പേരിൽ ഖത്തർ കോസ്റ്റ് ഗാർഡ് വെടിയുതിർക്കുകയായിരുന്നുവെന്ന് സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി ജനറൽ സെക്രട്ടറി ഫാദർ ചർച്ചിലാണ് ആരോപിച്ചത്. തമിഴ്നാട് സ്വദേശി കാർത്തികാണ് വെടിയേറ്റു മരിച്ചത്. 31 വയസ്സായിരുന്നു. മൃതദേഹം ദോഹയിലെ ഹമദ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ശെൽവം, രാജ്, ഈയപ്പൻ എന്നിവർ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലായതായും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മരണപ്പെട്ട കാർത്തികിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും തടവിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനും ഇന്ത്യ ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ഇടപെടണമെന്നും സൗത്ത് ഇന്ത്യൻ ഫിഷർമാൻ ഫ്രട്ടേണിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അതേസമയം ബഹ്റൈനിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടതായി സ്ഥിരീകരിച്ച ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതർ മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല. വിഷയത്തിൽ അധികൃതരുമായി അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ശശികുമാർ പറഞ്ഞു. മീഡിയ 1, ദോഹ. സൗദി തൊഴിൽ വിസകൾക്കുള്ള മെഡിക്കൽ പരിശോധനയ്ക്ക് ഏകീകൃത ഏജൻസി സംവിധാനം ഏർപ്പെടുത്തുന്നു. UAE ആസ്ഥാനമായ പെർഫെക്റ്റ് ഹെൽത്ത് റിക്രൂട്ട്മെന്റ് വകുപ്പുമായി ഇതിനായി ധാരണയിലെത്തി. സൗദിയിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന വിദേശികളുടെ ആരോഗ്യസ്ഥിതി അവരവരുടെ രാജ്യങ്ങളിൽ പരിശോധിച്ച് മെഡിക്കൽ ക്ലിയറൻസ് നൽകിയതിനു ശേഷമാണ് വിസ സ്റ്റാമ്പിംഗ് നടപടി ആരംഭിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ സൗദിയുടെ എംബസികളിൽ നിന്നും കോൺസുലേറ്റുകളിൽ നിന്നും ലഭിക്കുന്ന അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മെഡിക്കൽ സെന്ററുകളാണ് ഇപ്പോൾ ഈ സേവനം നൽകുന്നത്. ഇതിനു പകരം എല്ലാ രാജ്യങ്ങളിലും ഒറ്റ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നതാണ് പുതിയ തീരുമാനം. മലയാളി വ്യവസായി ഷെയ്ഖ് റഫീഖ് മുഹമ്മദ് ചെയർമാനായ ഗാമൻ ഗ്രൂപ്പിന് കീഴിൽ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെർഫെക്റ്റ് ഹെൽത്തിനാണ് ഇതിന്റെ ചുമതല ലഭിച്ചത്. സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ ഉപദേശക സമിതി അംഗം കൂടിയായ അമീർ ഡോക്ടർ അബ്ദുൽ അസീസ് ബിൻ നാസിർ ബിൻ അബ്ദുൽ അസീസ് ആൽ സഊദ് രാജകുമാരനും
പെർഫെക്റ്റ് ഹെൽത്ത് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ഷെരീഫുമാണ് ഇതിനായി കരാർ ഒപ്പിട്ടത്. പെർഫെക്റ്റ് ഡയറക്ടർ കൂടിയായ ഷെയ്ഖ് റഫീഖ് മുഹമ്മദും മറ്റൊരു ഡയറക്ടർ അലി അൽ ഫഹദും ചടങ്ങിൽ സംബന്ധിച്ചു. ഇതനുസരിച്ച് എല്ലാ രാജ്യങ്ങളിലും പെർഫെക്റ്റ് ഹെൽത്ത് സ്വന്തം ശാഖകൾ ആരംഭിക്കും. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലാണ് ശാഖകൾ തുടങ്ങുകയെന്നും ഈ വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഷെയ്ഖ് റഫീഖ് അറിയിച്ചു. 500 ദശലക്ഷം റിയാൽ മൂലധനമുള്ള കമ്പനിയാണ് പെർഫെക്റ്റ് ഹെൽത്ത് എന്ന് കമ്പനി മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 റിയാദ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ഹജ്ജ് സമ്മേളനം ഹജ്ജ് ചിഹ്നങ്ങളുടെ ആദരം എന്ന വിഷയത്തെ അധികരിച്ച് നടക്കുമെന്ന് ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ ബിൻ മുഹമ്മദ് ഹജ്ജാർ അറിയിച്ചു. മക്കയിൽ നടന്ന 39ാമത് ഹജ്ജ് സമ്മേളനത്തിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പണ്ഡിതരും സാഹിത്യകാരന്മാരും പങ്കെടുക്കും. ബഹ്റൈനിലെ പാർലമെന്റ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപിച്ചു. നവംബർ 22-നായിരിക്കും വോട്ടെടുപ്പ് നടക്കുകയെന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അറിയിച്ചു. രാജ്യത്ത് നവംബർ 22 മുതൽ നടക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പാർലമെന്റ് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾക്ക് ഒക്ടോബർ 15 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ആരംഭിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയായിരിക്കും വോട്ടെടുപ്പ് സമയം. രണ്ടാമതും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ അത് നവംബർ 28-നായിരിക്കും നടക്കുക. വിദേശ രാജ്യങ്ങളിലുള്ള ബഹ്റൈനികൾക്കായി അതത് എംബസികളിലും കോൺസുലേറ്റുകളിലും വോട്ട് രേഖപ്പെടുത്തുവാൻ സൗകര്യമൊരുക്കും. ഈ വോട്ടെടുപ്പ് നവംബർ 18-നായിരിക്കും നടക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ നവംബർ 19 വരെ നീളും. രാജ്യത്ത് നിലവിലുള്ള 5 ഗവർണറേറ്റുകൾ 4ആയി പരിമിതപ്പെടുത്തുന്നതിനും ബഹ്റൈൻ രാജാവ് ഉത്തരവിട്ടിട്ടുണ്ട്. ക്യാപിറ്റൽ, മുഹറക്, ഉത്തര, ദക്ഷിണ ഗവർണറേറ്റുകളായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക. നിലവിലെ പാർലമെന്റ് അധ്യക്ഷൻ ഖലീഫ ബിൻ അഹമ്മദ് ഒഹ്റാനി ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 ബഹ്റൈൻ. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്നുവേട്ട. ഏഷ്യൻ രാജ്യത്ത് നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നാണ് മരിജുവാന ഇനത്തിൽപ്പെട്ട 3 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടിയത്. 4 പ്ലാസ്റ്റിക് കവറുകളിലായി ബാഗിന്റെ ഉള്ളറയിൽ ഒളിപ്പിച്ചു കടത്താനുള്ള ശ്രമമാണ് എയർപോർട്ട് അധികൃതർ നിഷ്ഫലമാക്കിയത്. ഒമാനിൽ പടക്കങ്ങൾ വിൽപ്പന നടത്തുന്നതിനും ഉപയോഗിക്കുന്നതിനും നിയമവിരുദ്ധമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ബലിപെരുന്നാളിന് ഇത്തരം ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് അനധികൃതമായി എത്തിക്കുന്നത് തടയാനാണ് നടപടി. ശബ്ദമലിനീകരണത്തിനൊപ്പം നിരവധി അപകടങ്ങൾക്ക് പടക്കങ്ങൾ കാരണമാകുന്ന സാഹചര്യത്തിലാണ് ഇത്. അതേസമയം മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി പടക്കം കടത്താനുള്ള 9 ശ്രമങ്ങൾ പോലീസ് വിഫലമാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതെ കമ്പനി പീഡിപ്പിക്കുന്നതായി തൊഴിലാളികളുടെ പരാതി. അൽഖോബാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ 43ഓളം തൊഴിലാളികൾ സംഘമായി എത്തിയാണ് ലേബർ കോടതിയിൽ പരാതി നൽകിയത്. മാൻപവർ കമ്പനിയിലെ തൊഴിലാളികളായ ഇവർ ഗഫ്റ്റയിലെ ഒരു സൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. കൃത്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാത്തതിനു പുറമെ ജോലിസ്ഥലത്ത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും കമ്പനി നൽകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. നാട്ടിൽ നിന്നുമുണ്ടാക്കിയ കരാറിന് വിരുദ്ധമായി ചെറിയ ശമ്പളത്തിന് ഇവിടെ പുതിയ കരാർ ബലമായി ഒപ്പിട്ട് വാങ്ങിയതായും ഇവർ പറയുന്നു. എല്ലാ ദിവസവും 4 മണിക്കൂർ നിർബന്ധിത ഓവർ ടൈം ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കൂലിയായി 1 റിയാൽ നൽകിയിട്ടില്ല. പലർക്കും ഇഖാമ ഇല്ലാത്തതിനാൽ ജോലിസ്ഥലത്ത് നിന്ന് പോലീസ് പിടിക്കുകയും 5 ദിവസം ജയിലിൽ കിടക്കേണ്ടതായും വന്നു. കഴിഞ്ഞ 4 മാസത്തെ ശമ്പളം കിട്ടാത്തതിനാൽ നിത്യവൃത്തിക്ക് പോലും വഴിമുട്ടിയപ്പോൾ ജോലി ഉപേക്ഷിച്ചു കഫ്ജയിൽ നിന്ന് സംഘമായി അൽഖോബാറിലെത്തി പരാതി നൽകുകയായിരുന്നു. അൽഖോബാർ ലേബർ കോടതി തൊഴിലാളികളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചു. 3 ദിവസത്തിലധികം പട്ടിണി കിടന്ന തൊഴിലാളികൾക്ക് ലേബർ കോർട്ടിലെ ഒരു മുറി താമസിക്കാനായി അധികൃതർ തുറന്നുകൊടുത്തു. പിന്നീട് എംബസി ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തകർ എത്തിയാണ് ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യങ്ങളും ഭക്ഷണവും എത്തിച്ചു കൊടുത്തത്. പല പ്രാവശ്യം കമ്പനി അധികൃതരുമായി സംസാരിച്ചിട്ടും ഫലം കാണാത്തതിലാണ് ലേബർ കോർട്ടിൽ പരാതി നൽകാൻ തീരുമാനിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു. അന്ന് ഞങ്ങൾക്ക് ശനിയാഴ്ച ആനതിനാല ലേബർ കോർട്ട് മൂടിയിരുന്നത്. അതിനാൽ ഞങ്ങൾ അങ്ങനെ റോട്ടിലേ തൂങ്ങി ഒരു ദിവസം ഒരു ഡേയും ഒരു നൈറ്റും റോട്ടിലേ തൂങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല, ബാത്റൂം മോശം, ഞങ്ങൾ ഒന്നും പോയില്ല. ഞങ്ങൾ തണ്ണി ഞങ്ങൾ തന്നെ കിട്ടിയില്ല. മീഡിയ 1 ദമാം. വീടുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഖത്തറിന് 2ാം സ്ഥാനം. രാജ്യത്തെ 96% കുടുംബങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതായി UN പഠന റിപ്പോർട്ടിൽ പറയുന്നു. കൊറിയയാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. 98.1% കുടുംബങ്ങളാണ് കൊറിയയിൽ ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. UN ബ്രോഡ്ബാൻഡ് കമ്മീഷൻ 138 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് പുതിയ വിവരങ്ങൾ രേഖപ്പെടുത്തിയത്.
ഒമാൻ ദേശീയ വിദേശ കമ്പനിയായ ഒമാൻ എയർ കൂടുതൽ വിമാനങ്ങൾ വാങ്ങുന്നു. 2017 വിമാനങ്ങളുടെ എണ്ണം 50ആയി ഉയർത്താനാണ് ലക്ഷ്യമെന്ന് സിഇഒ പോൾ ഗ്രിഗറോവിച്ച് പറഞ്ഞു. നിലവിൽ 31 വിമാനങ്ങളാണ് ഒമാൻ എയറിനുള്ളത്. 2020-നകം ഇത് 75 വിമാനമായി ഉയർത്തും. ഒമാനിൽ പുതിയ വിമാനത്താവളങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. പ്രമുഖ ജപ്പാനീസ് ടയർ നിർമ്മാതാക്കളായ ക്യോട്ടോ ഒമാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഗൾഫ് വിപണിയിൽ കൂടുതൽ സജീവമാകുന്നതിനുള്ള ഭാഗമായാണ് തങ്ങൾ ഒമാനിലെത്തുന്നതെന്ന് കമ്പനി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വിറ്റ്സർലൻഡ് പങ്കാളിത്തമുള്ള ജപ്പാനീസ് കമ്പനിയാണ് ക്യോട്ടോ. കമ്പനിയുടെ വിവിധ വാഹനങ്ങൾക്കുള്ള ടയറുകൾക്ക് പുറമെ ബാറ്ററി, ലൂബ്രിക്കന്റ് ഓയിൽ എന്നിവയും ഒമാൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന വാഹന വിപണി എന്ന നിലയിൽ ഒമാനിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കടന്നുവരുന്നതെന്ന് കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ മൈക്കിൾ മെക്കെ പറഞ്ഞു. The expectations are high. I can't for obvious reasons give specific figures, but when you look at the potential of this part of the world and when you look at just the potential of the Sultanate of Oman, you can see just by looking at the number of motor cars on the roads, the quality of life here, that from a business point of view, launching into the tyre market in this part of the world is bound to be the right thing to do. ഒമാനിലെ പ്രമുഖ ഓട്ടോമൊബൈൽ വിതരണക്കാരായ സുഹൈൽ ഭവാൻ ഓട്ടോമൊബൈൽസ് ആണ് ക്യോട്ടോയുടെ അംഗീകൃത ഏജൻസി. സുഹൈൽ ഭവാൻ ചെയർമാൻ അഹമ്മദ് സുഹൈൽ ഭവാൻ, MD ദിവ്യന്ത് കുമാർ, ക്യോട്ടോ ഡെപ്യൂട്ടി GM കാത്തി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കാത്ത്. ഖത്തറിലെ മൂന്നാമത്തെ സ്വകാര്യ ടാക്സി സർവീസിന് നാളെ തുടക്കമാകും. പ്രോഫിറ്റ് ടാക്സി സർവീസിനു കീഴിലുള്ള കാസ് ടാക്സികളാണ് നാളെ നിരത്തിലിറങ്ങുക. ആദ്യഘട്ടത്തിൽ 50 ടാക്സികൾ നിരത്തിലിറങ്ങുമെന്ന് പ്രോഫിറ്റ് ഗ്രൂപ്പ് ടാക്സി സർവീസ് അധികൃതർ അറിയിച്ചു. വരും ആഴ്ചകളിൽ 50 വീതം ടാക്സി കാറുകൾ കൂടി നിരത്തിലിറങ്ങും. മഞ്ഞ നിറത്തിലുള്ള റൂഫോട് കൂടിയ കാറുകളാണ് കാസ് ടാക്സി പുറത്തിറക്കുന്നത്. നിലവിൽ സർക്കാർ ടാക്സി കമ്പനിയായ മുവസാലത്തിനു പുറമെ അൽ ഇജാറ, അൽ മില്യൻ എന്നീ ടാക്സി കമ്പനികൾ കൂടി ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുതുതായി തുടങ്ങുന്ന 2 ടാക്സി കമ്പനികൾ 500 വീതം ടാക്സികളാണ് സർവീസ് ആരംഭിക്കുക. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈജിപ്തിലെമ്പാടും നിരാഹാര സമരം. പ്രക്ഷോഭങ്ങളെ നിയന്ത്രിക്കുന്ന നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവരെയും അട്ടിമറിയെ തുടർന്ന് തടവിലായ മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുടെ അനുയായികളെയും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം. US പൗരനും മുസ്ലിം ബ്രദർഹുഡ് നേതാവിന്റെ മകനുമായ മുഹമ്മദ് സുൽത്താൻ, ഈജിപ്തിലെ പ്രമുഖ ബ്ലോഗറും ആക്ടിവിസ്റ്റുമായ അഹമ്മദ് ദൂമ എന്നിവരുൾപ്പെടെ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസ സമരം നടക്കുന്നത്. മുഹമ്മദ് മുർസിക്കെതിരെ പ്രക്ഷോഭം നയിച്ചവരുൾപ്പെടെ പല ഇടതു ലിബറൽ പാർട്ടി പ്രവർത്തകരെയും പട്ടാള പിന്തുണയുള്ള പുതിയ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് അൽസീസിയുടെ ഭരണകൂടം തടവിലാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നത്. تاني جولة ليا في الإضراب عن الطعام. الجولة الأولى كانت بدأت من 13 ل 15 سبتمبر، إضراب لمجموعة من الصحفيين المصريين ضد قانون التظاهر والمطالبة بالإفراج عن المعتقلين بموجب القانون. امبارح والنهارده دي الجولة الثانية للإضراب والاعتصام داخل نقابة الصحفيين لعدد من الصحفيين المصريين. ഈജിപ്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പല പാശ്ചാത്യ രാജ്യങ്ങളും വിമർശിച്ചെങ്കിലും കർശന നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രക്ഷോഭങ്ങൾ നിരോധിച്ചതോടെ ഈജിപ്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഏറെക്കുറെ ഇല്ലാതായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കുവൈത്തിൽ മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ എംബസി ഏർപ്പെടുത്തിയിരുന്ന സമയക്രമം മാറ്റി. മൃതദേഹങ്ങൾ സാക്ഷ്യപ്പെടുത്തി മുദ്രവെക്കുന്നതിന് ഏത് സമയത്തും എംബസി ഉദ്യോഗസ്ഥന്മാരുടെ സേവനം ലഭ്യമാക്കുമെന്ന് കൗൺസിലർ DS ഡാങ്കി അറിയിച്ചു. നേരത്തെ ദിവസത്തിൽ നിശ്ചിത സമയത്ത് മാത്രമേ എംബസി ഉദ്യോഗസ്ഥർ ഇതിനായി മോർച്ചറിയിലെത്തുകയുണ്ടായിരുന്നുള്ളൂ. ഇത് മൃതദേഹം കൊണ്ടുപോകുന്നതിന് കാലതാമസം ഉണ്ടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് പുതിയ തീരുമാനം.